ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇത്തവണ നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനിയും നീ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കരയാൻ ഞങ്ങൾ മാത്രമല്ല ഉണ്ടാവുക, വേദയ്ക്കും കൂടിയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അതും കൂടെ നീ ഓർക്കണം. പഴയ പോലെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല വേദയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിക്രമിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അന്നേരം വിക്രം പറയും, എനിക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട് അച്ഛാ. ശരി, എന്നാൽ നീ തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ എന്ന് അച്ഛനും പറയും. അങ്ങനെ മാഷ് അകത്തേക്ക് വരുമ്പോൾ പിന്നെ കമലാമ്മ മാഷെടുത്ത് ചോദിക്കുകയാണ്, മാഷേ എന്താ അവൻ പറഞ്ഞത് മാഷേ? ഓ അത് പ്രത്യേകിച്ചൊന്നുമില്ല, അവൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും അത് നല്ലതിന് വേണ്ടിയിട്ടാണ് കമല എന്നൊക്കെ മാഷ് പറയാണ്. അപ്പോൾ കമലാമ്മ വീണ്ടും ചോദിക്കുകയാണ്, എന്നാലും അവൻ എടുത്ത തീരുമാനം എന്താണ് മാഷേ? അത് ദൈവം ഓരോരുത്തർക്കും തെറ്റ് തിരുത്താൻ അവസരങ്ങൾ കൊടുക്കും കമല. അത് മക്കളാവുമ്പം അതിന് തിരുത്താൻ അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ അതിന് കൂട്ടു നിൽക്കുകയല്ലേ വേണ്ടത്. അതിന് അവൻ എന്ത് തെറ്റ് തിരുത്താനാണ് മാഷെ പോകുന്നത്? അതിന് അവൻ ചെയ്ത തെറ്റൊക്കെ ആ ശ്രീനിവാസിന് വേണ്ടിയിട്ടല്ലേ. ഇനി ആ തെറ്റ് തിരുത്താൻ പോകുമ്പോൾ അവൻ വീണ്ടും പുതിയ പ്രശ്നത്തിലേക്ക് വന്ന് വീഴുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല കമല എന്ന് മാഷ് പറയുമ്പം കമലാമ്മ വീണ്ടും ചോദിക്കും, എന്നാലും എന്താണ് മാഷ് അവൻ പറഞ്ഞിട്ടുള്ളത്? എന്നോട് പറ എന്തായാലും. മാഷ് എന്തിനാണ് എൻ്റെ അടുത്ത് നിന്ന് ഓരോന്ന് മറച്ചു വെക്കുന്നത്? അത് മറച്ചു വെക്കുന്നതല്ല, നിനക്ക് പേടിയാവുമെന്ന് വിചാരിച്ചിട്ടാ. ഇനി ഇതിലപ്പുറം ഇനി എന്ത് പേടിക്കാനാ? നമ്മൾ ഇനി ഇതിലപ്പുറം എന്ത് സഹിക്കാനാ മാഷ് കാര്യം പറ എന്നൊക്കെ കമലാമ്മ പറയുമ്പം മാഷ് ഇങ്ങനെ കമലാമ്മയുടെ അടുത്ത് വിക്രം പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോൾ കമലാമ്മ പറയും, ശരിയാ മാഷേ, അവൻ ചെയ്യുന്നത് തന്നെയാണ് ശരി. അവൻ ഒരിക്കൽ മുടക്കിയ കല്യാണം വീണ്ടും അവനായിട്ട് കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ചിട്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ മാഷേ. ഇപ്പം അവൻ ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വരാൻ കാരണം ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചു തുടങ്ങി എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതൊരു നല്ല മാറ്റമല്ലേ മാഷേ എന്നൊക്കെ പറഞ്ഞ് കമലാമ്മയും ആശ്വസിക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം സമാധാനിക്കുകയാണ്. പിന്നെ കമലാമ്മ പറയും, ഇതുവരെയുള്ള പ്രശ്നങ്ങളൊക്കെ അവൻ നേരിട്ടില്ലേ, ഇതും അതുപോലെ അവൻ ധൈര്യപൂർവ്വം നേരിട്ടുള്ളൂ മാഷേ. പിന്നെ അങ്ങനെ അവരിങ്ങനെ രണ്ടുപേരും സമാധാനിക്കുകയാണ്. എന്നിട്ട് മാഷ് കമലാമ്മയെ ചേർത്ത് നിർത്തുന്ന സീനൊക്കെയാണ് പിന്നെ കാണുന്നത്. പിന്നെ കാണിക്കുന്നത് വിനായകനെയും നന്ദിനിയാണ് കേട്ടോ. വിനായകൻ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം നന്ദിനി അവിടേക്ക് വരികയാണ്. എന്നിട്ട് നന്ദിനി ചോദിക്കും, മനുഷ്യ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നീ എന്താ ഈ കാര്യം പറയുന്നത്? അല്ല, എന്നാലും അവൻ വന്നത് എന്തിനായിരിക്കും? എനിക്കറിയില്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ? പറയ്. അതെ, വർഷേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേദ വിക്രമിനെ കൊണ്ട് അവിടെ ഒളിച്ച് താമസിച്ച സമയത്ത് ശ്രീകാന്തേട്ടന് അതറിഞ്ഞപ്പോൾ വലിയ വിഷമത്തിലും ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണ്. അതൊക്കെ നീ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അതിനിപ്പോൾ എന്താ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഇപ്പം വിക്രം ഇവിടെ വന്നിട്ടുള്ള കാര്യം എന്തായാലും വർഷേച്ചിയെ വിളിച്ച് പറയുകയാണെങ്കിൽ, ശ്രീകാന്തേട്ടൻ ഇത് അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അവർ ക്യാഷ് തരും. അപ്പോൾ വിനായകനും പറയും, അത് ശരിയാണ്, ഉറപ്പായിട്ടും തരും. അപ്പം വിനായകന് താല്പര്യമുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി നന്ദിനിയുടെ ആവേശം കൂടുകയാണ്. നന്ദിനി വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും വർഷത്തെ വിളിച്ച് കാര്യങ്ങൾ പറയാം. വിക്രം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയണ്ട. നമ്മളെ അക്കൗണ്ടിൽ ക്യാഷ് എത്തിയതിന് ശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വിനായകൻ പറയും, വിക്രമിനെ ആ ശ്രീകാന്ത് എന്തെങ്കിലും ചെയ്താലോ? എന്ത് ചെയ്യാനാ മനുഷ്യ? ഏറിപ്പോയാൽ 4 ഇടി കിട്ടും, അതവൻ സഹിച്ചോളും. അല്ലെങ്കിൽ അവൻ കുറച്ച് ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നോളും. പിന്നെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ തലയൂരി വന്നോളും. നമുക്ക് നമ്മളെ കാര്യമല്ലേ വലുത് എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുകയാണ്. അതെ, അത് ശരിയാ എന്നിങ്ങനെ വിനായകൻ പറഞ്ഞിട്ട് പിന്നെ നന്ദിനിയോട് ചോദിക്കും, നിനക്കപ്പോൾ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ? ഇത്രയും പ്രശ്നത്തിൻ്റെ ഇടയിലും ഇങ്ങനെ വളഞ്ഞ ബുദ്ധി നിനക്ക് പ്രയോഗിക്കാനൊക്കെ അറിയാലേ? ഇതിന് ഞാൻ നിനക്ക് നല്ലൊരു സമ്മാനം തരട്ടെ? സമ്മാനമോ? അതെ, സമ്മാനം എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ എന്ത് ചെയ്യാണ്, വിനായകൻ കരണക്കുറ്റി നോക്കിയിട്ട് 2 പൊട്ടിച്ചു കൊടുക്കുകയാണേ. 2 കവളത്തും മാറി മാറി അടിക്കുകയാണ് കേട്ടോ വിനായകൻ. എന്താടി നീ എന്നെ പറ്റി വിചാരിച്ചത് എന്ന് ചോദിച്ചിട്ട് വിനായകൻ നന്ദിനിയെ കട്ടിലിലേക്ക് ഒരു തള്ളാണേ. എന്നിട്ട് വിനായകൻ പറയാണ്, മര്യാദയ്ക്ക് സംസാരിച്ചോളണം. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ ശ്രീകാന്തിൻ്റെ നക്കാപ്പിച്ച ക്യാഷിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അനിയനെ തന്നെ ഒറ്റി കൊടുക്കണം അല്ലേടി? നിനക്ക് എങ്ങനെയടി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? അത് വിനയേട്ടാ, അത് മിണ്ടിപ്പോവരുത്. നിൻ്റെ ഉള്ളിൽ ഇത്രയും വിഷമുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ, അച്ഛനോട് പറയട്ടെ? അയ്യോ വിനയേട്ടാ,
ശരി, ഒരു കാര്യം നീ ചെയ്യേ. നാളെ നേരം വെളുക്കുമ്പം നീ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം. അമ്മയ്ക്ക് വയ്യാന്നോ അച്ഛന് വയ്യാന്നോ എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോ, അതെനിക്ക് പ്രശ്നമില്ല. ഇനി ഞാനും നീയും തമ്മിലുള്ള ഒരു ജീവിതം ശരിയാവില്ല. നീ നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ ഇറങ്ങിക്കൊള്ളണം. അയ്യോ വിനയേട്ടാ, ഞാൻ എവിടേക്ക് ഇറങ്ങാനാ, എനിക്ക് അങ്ങനെ ഒരു ഇടയില്ലാന്ന് വിനയേട്ടന് അറിയില്ലേ? അതൊന്നും എനിക്കറിയണ്ട. നീ പോവണം എന്ന് പറഞ്ഞാൽ പോവണം. നിന്റെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടും അച്ഛൻ നമ്മളോട് ക്ഷമിച്ചു. ഇനി അച്ഛൻ ഇക്കാര്യം അറിഞ്ഞാലുണ്ടല്ലോ. അപ്പം നന്ദിനി പറയാണ്, ആഹാ ഇപ്പം തെറ്റുകാരി ഞാനായില്ലേ. എല്ലാറ്റിനും കൂട്ട് നിന്നിട്ട് ഇപ്പം നന്ദിനി മാത്രം തെറ്റുകാരി. ആ ശ്രീകാന്തിനെ കൂട്ടുപിടിച്ചിട്ട് പൈസ മുഴുവൻ അടിച്ചു മാറ്റിയത് വിനയേട്ടനല്ലേ. എന്നിട്ട് വിനയേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയല്ലേ ആ ക്യാഷ് മുഴുവൻ വന്നത്. അതിൽ നിന്നൊരു ചില്ലി ക്യാഷ് ഞാൻ എടുത്തിട്ടില്ല. എന്താ അതറിയില്ലേ എന്ന് ഇങ്ങനെ നന്ദിനി ചോദിക്കുമ്പോൾ വിനായകൻ ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് നന്ദിനി പറയാണ്, അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നാളല്ല മറ്റന്നാളല്ല, ഈ ഒരു ജന്മം നിങ്ങളെ കൊണ്ടേ ഞാൻ പോവുള്ളൂ. ഞാനിവിടുന്ന് പോകുന്നുണ്ടെങ്കിലേ അതിൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവും. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് ഇറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. തൽക്കാലം നമ്മൾ ചിട്ടി പിടിച്ച ക്യാഷൊക്കെ ഇല്ലേ, ആ ക്യാഷ് കൂട്ടി വെച്ചിട്ടേ നമ്മൾ ഇന്നാൾ കാണാൻ പോയില്ലേ സ്ഥലം, ആ സ്ഥലവും വീടും എൻ്റെ പേരിൽ അങ്ങ് എഴുത്. നിങ്ങൾ അനിയനുണ്ടല്ലോ, ആ വേദയും കൊണ്ട് വരുന്നതിൻ്റെ മുമ്പേ എനിക്ക് ഇവിടുന്ന് മാറി താമസിക്കണം. അവൾ ഒരുമിച്ച് ഇനി ഈ വീട്ടിൽ വേണ്ട. അവൾ വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാം എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുന്ന സമയത്ത് വിനായകനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ നന്ദിനി പറയും, ദേ ആ വീടിനെ വേണമെങ്കിൽ ശ്രീവിനായകൻ എന്ന് പേരിട്ടോ. അതല്ലാതെ എന്നെ ഒഴിവാക്കാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലേ ഈ ജന്മം അത് നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അവിടുന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് വിശ്വനെയും ശ്രീജനെയാണ് കേട്ടോ. അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അവർക്ക് രണ്ടുപേർക്കും വിക്രമും വേദയും സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാവുകയാണ്. ആ സന്തോഷത്തിനിടയിലും ശ്രീജയ്ക്ക് ഒരു സംശയം ബാക്കിയാവാണ്. അവളത് വിശ്വൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല വിശ്വേട്ടാ, എനിക്കൊരു സംശയം. വേദ വിക്രമിനെ ഇത്രയും നാൾ വേദയുടെ വീട്ടിൽ ഒളിച്ച് താമസിപ്പിച്ചില്ലേ? അക്കാര്യം അറിഞ്ഞിട്ട് ഇവിടേക്ക് വരാതെ വീണ്ടും അവരെന്തിനായിരിക്കും ദൂരെ മറിഞ്ഞിരിക്കുന്നത്? അതാ ശ്രീകാന്തിനെ പേടിച്ചിട്ടായിരിക്കുമോ? അയാൾക്ക് എന്തൊക്കെയോ ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായിരിക്കും അയാളുടെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ വിശ്വൻ്റെ അടുത്ത് ശ്രീജ അങ്ങനെ ചോദിക്കുകയാണ്. വിശ്വൻ പറയാണ്, അതിനെക്കുറിച്ചൊക്കെ അവർ ഇവിടേക്ക് തിരിച്ചു വന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. വേദ വന്നെങ്കിലേ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. എന്തായാലും അവർ തിരിച്ചു വന്നല്ലോ, അവരവിടെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് ആശ്വാസമായല്ലോ. അത് ശരിയാ വിശ്വേട്ടാ. അമ്മ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി. അപ്പോൾ വിശ്വൻ പറയും, അമ്മ മാത്രമല്ല അച്ഛൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ആശ്വസിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദയാണ്. വേദ കട്ടിലിൽ ഇങ്ങനെ കിടന്നുറങ്ങാണ്. മേരിയുണ്ട് കൂടെ. ആ സമയത്ത് വേദയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അങ്ങനെ അവൾ മൊബൈൽ നോക്കുമ്പോൾ അത് വിക്രമാണ്. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നിട്ട് വിക്രമിനോട് സംസാരിക്കുകയാണ്. എന്നിട്ട് വേദ ഇങ്ങനെ പറയാണ്, ഓ ഞാൻ ഇത്ര നേരമായിട്ട് വിളിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. എവിടെയാണ്, വീട്ടിലാണോ? ആ വീട്ടിലാണ്. ഞാൻ പിന്നെ സ്വസ്ഥമായി വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ? അച്ഛനും അമ്മയും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ആ അവർ സുഖമായിട്ടിരിക്കുന്നു. അവർക്ക് നിന്നെ കാണാത്ത വിഷമേ ഉള്ളൂ. നീ എവിടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആണോ? എനിക്കും വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അനിയൻകുട്ടൻ ഇവിടെ ആയിപ്പോയില്ലേ. അനിയൻകുട്ടൻ്റെ കാര്യം പറയുമ്പോൾ വിക്രം ചോദിക്കും, എങ്ങനെയുണ്ട് അനിയൻകുട്ടന്? കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഗീവർഗീസേട്ടനാണ് അനിയൻകുട്ടന് ഭക്ഷണമൊക്കെ കൊടുത്തത്. ആണോ? അതെ വിക്രം, അനിയൻകുട്ടന് ഭക്ഷണമൊക്കെ കൊടുത്ത് തുടച്ച് വൃത്തിയാക്കി മൂപ്പര് 9 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. മേരി ചേച്ചി ആണെങ്കിലോ, പിന്നെ ഞാനിവിടെ തനിച്ചായപ്പോൾ മേരി ചേച്ചി എത്ര പോകാൻ പറഞ്ഞിട്ടും പോയില്ല. എനിക്ക് കൂട്ടിന് ഇവിടെ വന്ന് കിടക്കുകയാണ്. ഇവരോടൊക്കെ ഉള്ള കടപ്പാട് എങ്ങനെ തീർത്താൽ തീരും വിക്രം എന്നൊക്കെ ഇങ്ങനെ വേദ പറയാണ്. അന്നേരം വിക്രം പറയാണ്, ചില ആൾക്കാർ അങ്ങനെയാണ് വേദ. തിരിച്ചവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അവർ ഓരോന്ന് ചെയ്യുന്നത്. കടപ്പാടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷമാവും. അതെ, നീ പുറത്താണ് നിൽക്കുന്നത്. എങ്ങനെ മനസ്സിലായി? അല്ല, നല്ല കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അതാ ചോദിച്ചത്. അതെ ഞാൻ പുറത്താണ് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് വല്ലാത്തൊരു സങ്കടം ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ. എന്ത് സങ്കടം? ഒന്നുമില്ല, വിക്രമില്ലല്ലോ ഇവിടെ. വിക്രമില്ലാഞ്ഞിട്ട് വല്ലാത്തൊരു വിഷമം. അപ്പോൾ വിക്രം പറയും, ഇത്ര കുറച്ച് ദിവസം ഞാൻ അടുത്തില്ലാണ്ട് വല്ലാത്ത വിഷമം. അപ്പോൾ കുറേ നാൾ ഞാൻ അടുത്തില്ലെങ്കിലോ?
അപ്പോൾ വേദ പറയും എപ്പോൾ നോക്കിയാലും ഈ പിരിയുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? അല്ല അങ്ങനെ വന്നാൽ എന്തങ്ങനെ വന്നാൽ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട, പിരിയണ കാര്യങ്ങളൊന്നും ഇനി സംസാരിക്കണ്ട. പിന്നെ വേദ പറയും എന്തായാലും വെച്ചോ, ഇനി പിന്നെ സംസാരിക്കാം. അപ്പോൾ വിക്രം പറയും വേണ്ട, നമുക്ക് നേരം പുലരുവോളം സംസാരിച്ചിരിക്കാം. അത് വേണ്ട, മേരി ചേച്ചി ഉണ്ട് ഇവിടെ, മേരി ചേച്ചി കേട്ടാൽ എന്ത് വിചാരിക്കും, വിക്രം വെച്ചോ എന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യാണേ. പിന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെ വീട്ടിൽ രാവിലെ മാഷും നന്ദിനിയും വിക്രമൊക്കെ ചായ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് എന്തായാലും വേദനയും കൂടി ഒന്ന് കൊണ്ടുവരായിരുന്നു. കൊണ്ടുവരാം, എന്തായാലും ഞാൻ വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിറവേറ്റട്ടെ എന്നിട്ട് കൊണ്ടുവരാം എന്ന് പറയുമ്പം നന്ദിനി ചോദിക്കും ഇത്രയും ദൂരെ വേദന മാറ്റി നിർത്തിയിട്ട് നീ ഇവിടെ എന്ത് കാര്യം സാധിക്കാനാ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ മാഷി പറയും അല്ല, നീ ഇതറിഞ്ഞിട്ട് നിനക്ക് ആരുടെങ്കിലും പറഞ്ഞു കൊടുക്കാനാണോ? അതെന്താ അച്ഛാ അങ്ങനെ ചോദിക്കുന്നത്? ഞാനിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞു കൊടുക്കാറാണോ? അല്ല, നിന്റെ ക്യൂരിയോസിറ്റി കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാ എന്നിങ്ങനെ മാഷു പറയും. അതെ, ഇവനെ ഇവിടെ ഒരാളെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അപ്പം നന്ദിനി ചോദിക്കും അല്ല പിന്നെ ഇവളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലേ ശരിയാവുള്ളൂ എന്ന് മാഷ് പറയാണ്. അന്നേരം ശ്രീജ ഇങ്ങനെ ചോദിക്കുകയാണ്, ഒന്നും അറിയാത്ത നന്ദിനിക്ക് വരെ തോന്നി വിക്രം വേദയെ അവിടെ നിർത്തി പോകുന്നത് ശരിയായില്ല എന്ന്. അപ്പം നന്ദിനി ഇങ്ങനെ നോക്കുകയാണ്, എന്താ ഒന്നും അറിയാത്ത പോലെ എന്ന് കുശുമ്പോട് കൂടി ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ കമലാമ്മ വിക്രമിൻ്റെ അടുത്ത് ചോദിക്കും മോനെ വേദയെ ഒന്ന് വിളിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, ഒന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ വിക്രം പറയും അതിനെന്താമ്മേ, ഞാനിപ്പോൾ വിളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വേദയെ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചു കൊടുക്കുമ്പോൾ കമലാമ്മ മോളെ വേദമോളെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടാണ് കേട്ടോ. അത് കാണുമ്പോൾ നന്ദിനിക്ക് നല്ല കുശുമ്പൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നന്ദിനി ഇങ്ങനെ കുശുമ്പ് കാണിച്ച് നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.